കൂട്ടുകാരെ, ഞാനിപ്പം നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയെ പറ്റി, വാഹന ഇൻഷുറൻസ് കമ്പനിയെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മുടെ MBD ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. ഇൻഷുറൻസ് എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ അനുഭവം, ചെറിയൊരു അനുഭവം ഞാൻ പറയാം. ഒരു 10-12 വർഷം മുമ്പ് എനിക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു. ഓട്ടോ ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. പക്ഷേ ഏതൊരു ഭാഗത്തിന് കേസ് ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇൻഷുറൻസിന് ക്ലെയിം ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കോടതിയിലൊന്നും പോകേണ്ട വന്നില്ല. എങ്കിൽ പോലും അതിൻ്റെ പൈസ എനിക്ക് കിട്ടാൻ വേണ്ടി, കേസില്ലെന്നുള്ളത് നമ്മൾ പേപ്പറുകളെല്ലാം ക്ലിയർ ആയിരുന്നു, വണ്ടി പുതിയതായിരുന്നു, ഇൻഷുറൻസ്, പെർമിറ്റ്, ടാക്സ് പേപ്പർ, പൊല്യൂഷൻ്റെ പേപ്പർ എല്ലാം ക്ലിയർ ആയിരുന്നു. പക്ഷേ എന്നിട്ട് പോലും എനിക്കൊരു 4 മാസത്തിനടുത്ത് എനിക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വന്നു. ഒരു കുഴപ്പമില്ലാതെ, അല്ലെ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് റെഡിയാക്കി തരേണ്ട ഒരു കേസ് ഇവർ 4 മാസമായിട്ട് വലിപ്പിച്ചതിന് ശേഷമാണ് കിട്ടിയത്. ഓറിയൻ്റൽ ഇൻഷുറൻസ് തന്നെ അവരാണ് എന്നിട്ട് വലിപ്പിച്ചത്. ശരിക്കും 4ാമത്തെ മാസം എനിക്ക് ആ പൈസ കിട്ടുന്നത്. ഒരു കാര്യമില്ല, അങ്ങനെ വരെ വലിപ്പിക്കുന്ന പരിപാടിയാണ് ഇൻഷുറൻസ് കമ്പനിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇൻഷുറൻസ് ഇല്ലാത്ത അവസ്ഥ എന്നാലും ചോദിക്കും. നമുക്ക് എങ്ങനെ തരാതിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇൻഷുറൻസ് കമ്പനിയുടെ എല്ലാം ഉദ്ദേശമുള്ളൂ. അന്നേരം നിങ്ങൾ തന്നെ ഈ സാറിൻ്റെ വീഡിയോ ഒന്ന് കാണുക. അന്നേരം വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യകത, വണ്ടിയുടെ പേപ്പറുകളുടെ ആവശ്യകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ആക്സിഡൻറ്റ് ഉണ്ടായാൽ ഒരു കേസ് എടുത്താൽ ഉടൻ തന്നെ ആ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കമ്പനി ഏതാണോ, ആ വാഹനം ഇൻഷുർ ചെയ്തിരിക്കുന്ന കമ്പനി ഏതാണോ, അവരുടെ അന്വേഷണത്തിന് ആൾക്കാരുണ്ട്. അവരാ കേസ് ഫയലുമായിട്ട് ആ സ്പോട്ടിൽ പോവും. അവിടെ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഈ പോലീസ് തയ്യാറാക്കിയ ഒരു സീൻ പ്ലാൻ ഉണ്ട്. ഈ ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിൽ പോലീസ് തയ്യാറാക്കിയ ഒരു സീൻ പ്ലാൻ അവരതെടുക്കും. ആക്സിഡൻറ്റ് എവിടെ വെച്ചാണ് നടന്നത് കൃത്യമായിട്ടും പോലീസ് വരച്ചു കൊടുത്തിരിക്കുന്ന ആ രൂപരേഖ വെച്ച് അവർ ആ റോഡിലെ എവിടെയാണ് ആക്സിഡൻറ്റ് നടന്നത് അത് കൃത്യമായിട്ട് നോക്കും. ഈ ആക്സിഡൻറ്റ് നടന്നതാണോ, അവർ സാക്ഷികളോട് ചോദിക്കും, ഇത് സംഭവം നടന്നതാണോ? അപ്പോൾ ആരാണ് വാഹനം ഓടിച്ചിരുന്നത്? ഇന്നയാളാണ് വാഹനം. പിന്നെ ഈ വാഹനത്തിന് ആക്സിഡൻ്റ് ഉണ്ടായാൽ 2 സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാണ്. ഒന്ന്, ഈ വാഹനത്തിൻ്റെ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ്. അതിന് പോലീസ് അപേക്ഷ കൊടുത്ത്, ഇപ്പോൾ ഓൺലൈനിലാണ് അപേക്ഷ കൊടുക്കുന്നു, RTOയ്ക്ക് കൊടുക്കുന്നു. RTO അവിടെ നിന്ന് വന്ന് വാഹനം പരിശോധിക്കുന്നു. 2ാമത്തെ സർട്ടിഫിക്കറ്റ്, അപകടം പറ്റിയ ആൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം. അയാളുടെ വോണ്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിൽ പരിക്ക് പറ്റിയ സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ 2 സർട്ടിഫിക്കറ്റും പോലീസ് തയ്യാറാക്കിയ സീൻ പ്ലാനുമാണ് ഈ കേസിലെ നിർണായകമായ സംഭവങ്ങൾ. അപ്പം RTO വന്ന് ഈ വാഹനം പരിശോധിക്കുമ്പോൾ ഈ വാഹനത്തിന് മോഡിഫിക്കേഷൻ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ആ സർട്ടിഫൈ ചെയ്യും. ഇങ്ങനെ വാഹനം മോഡിഫൈ ചെയ്തിരിക്കുന്നു, നിയമവിരുദ്ധമായി മോഡിഫൈ ചെയ്തിരിക്കുന്നു. അതൊരു പോയിൻ്റാണ്. ആ മോഡിഫൈ ചെയ്തതിന് ഒരു ഫൈൻ നിങ്ങൾ RTOയിൽ അടയ്ക്കേണ്ടി വരും. 2ാമത്, നിങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പം അവിടെ നിന്ന് ഡോക്ടർ നിങ്ങൾക്ക് ഇങ്ങനെ ഭാഗങ്ങളിൽ പൊട്ടലുണ്ടായിട്ടുണ്ട്, ഇങ്ങനെ 3 സർട്ടിഫിക്കറ്റാണ് നമുക്ക് ക്ലെയിമിന് വേണ്ടി പരിഗണിക്കുക. അപ്പം നമ്മുടെ വാഹനം ഇൻഷുർ ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് സാധുവായ ഒരു ഇൻഷുറൻസ് വേണം. അതിന് കാരണം ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഈ വാഹനത്തിന് ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ തൊട്ട് മുമ്പുള്ള മണിക്കൂറിൽ, അത് ഞാൻ പറയുകയാണ്, 10 മണിക്ക് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് പറയുമ്പം 9:55 മണിക്ക് എൻ്റെ ഇൻഷുറൻസ് കവറേജ് പോയിരുന്നുവെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഉത്തരവാദിയല്ല. അപ്പോൾ സാധുവായ ഒരു ഇൻഷുറൻസ് വേണം. 2ാമത്, ഈ വാഹനത്തിന് രജിസ്ട്രേഷൻ ഉണ്ട്, രജിസ്ട്രേഷൻ RC ഉണ്ട്. 3ാമത്, ഇത് ഓടിക്കുന്നയാൾക്കൊരു ലൈസൻസും വേണം. ലൈസൻസ് ഇല്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ RC ഓണർ ആർക്കാണ് വണ്ടി കൊടുത്തത്? പ്രായപൂർത്തിയായവർ. അപ്പോൾ ഇതിൻ്റെ ഇൻഷുറൻസ് ആര് കൊടുക്കണം? ഇയാൾക്ക് ക്ലെയിം ആര് കൊടുക്കണം? അതായത് ഞാൻ പോയി കോടതി നിൽക്കുകയാണ്, എനിക്ക് പരിക്ക് പറ്റി, എല്ല് പൊട്ടിയിട്ടുണ്ട്, എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല, ഈ വണ്ടിയാണ് മുട്ടിയത്.